അല്ല, എ കെ ജിയുടെ നാട്ടിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ അത് കുറച്ചൊരു വികാരപരമായ മനസ്സിൽ തട്ടിയ ഒരു കാര്യം കൂടിയാണ്. നിനച്ചിര നിനച്ചിരിക്കാത്ത സമയത്താണ് സ്ഥാനാർത്ഥിത്വം. ഞാനിപ്പം പാർട്ടി സെക്രട്ടറി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു വരുന്നതിനിടയിൽ പാർട്ടി ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അത് ജനങ്ങളാകെ സ്വാഗതം ചെയ്യുന്നത് എ കെ ജിയുടെ നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യവും അതുപോലെ തന്നെ വരവേൽപ്പുമായിട്ടാണ് കാണുന്നത്. ഇന്നലെ ഏറെ വികാരാധീനനാകുന്ന വിധത്തിലായിരുന്നു എ കെ ജിയുടെ മകൾ ലൈല സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെട്ടിവെക്കാനുള്ള തുക ഏൽപ്പിച്ചത്. എ കെ ജിയുടെ കുടുംബാംഗങ്ങളാകെ വന്നു. ഇന്ന് ആരോഗ്യപരമായി അനുവദിക്കുന്ന സഞ്ചരിക്കാനൊക്കെ കഴിയുന്നവരെല്ലാം വന്നു. പ്രത്യേകിച്ച് എ കെ ജിയുടെ കുടുംബത്തോടൊപ്പം എ കെ രാഘവൻ മാസ്റ്ററുടെ കുടുംബവും നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കുടുംബം. എ കെ ജിയെ സംരക്ഷിച്ചത് എ കെ രാഘവൻ മാഷാണ്, സഹോദരനാണ്. ആ സഹോദരൻ്റെ വീട്ടിലാണ് എ കെ ജി താമസിച്ചതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതും. കണ്ണൂരിൽ വന്ന എപ്പോഴും എ കെ രാഘവൻ മാഷ വീട്ടിലാണ്. എ കെ ജി അക്കാലത്ത് വരുമ്പോൾ എ കെ ജിയെ കാണാനൊക്കെ ആ വീട്ടിൽ പോയത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അന്നൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അനുഭവം, എൻ്റെ മനസ്സിൽ തട്ടിയൊരു അനുഭവം, പെരളശ്ശേരി എ കെ ജി ജീവിച്ചിരിക്കുന്ന സമയത്ത് പണിത ഒരു എ കെ ജി മന്ദിരം വായനശാലയുണ്ട്. അതിൽ നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് സാഹിത്യങ്ങൾ മാത്രമല്ല, അക്കാലത്ത് സോവിയറ്റ് പുസ്തകങ്ങൾ നിരവധി, പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങൾ നിരവധിയുണ്ട്. അതിനു പുറമെ ഗാന്ധിജിയുടെ പുസ്തകം, നെഹ്റുവിൻ്റെ പുസ്തകം, ഇതെല്ലാം ഉള്ള ഒരു വായനശാലയാണ്. എ കെ തന്നെയാണ് ഒരുപാട് പുസ്തകങ്ങൾ അക്കാലത്ത് സമാഹരിച്ചു കൊടുത്തത്. എ കെ ജി ജീവിച്ചിരിക്കുമ്പോഴാണ് വായനശാല തകർക്കുന്നത്. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ പുസ്തകം കത്തിക്കുകയാണ്. ഇതറിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് എ കെ ജി വരികയാണ്. അപ്പോൾ അന്ന് ഞാൻ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ പുരുഷന്മാർ, മുതിർന്നവർക്ക് അധികം വരാൻ കഴിയില്ല. കാരണം അവരെയെല്ലാം പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലം, ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിച്ച കാലം, കോൺഗ്രസ് ഭരണകാലം, അന്നത്തെ DCC പ്രസിഡൻറ്റ് എസ് പിയുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന കാലം. അപ്പോൾ എ കെ ജി അവിടെ എത്തിയപ്പോൾ അന്നത്തെ എസ് പിയുമായി സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടപ്പോൾ ഞാൻ അറിയാതെ ഒളിച്ചുപോയി. എ കെ ജി സിന്ദാബാദ്. യഥാർത്ഥത്തിൽ നമ്മളൊരു പൊതുപ്രവർത്തന അനുഭവത്തിൽ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോട് എനിക്ക് അഭേദ്യമായ ബന്ധം വിദ്യാർത്ഥി ജീവിതത്തിൽ വളർന്നു വരുന്നത് അങ്ങനെയാണ്. പിന്നീട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിർമ്മലഗിരി കോളേജിലെത്തിയതോടെ അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് നിർമ്മലഗിരി കോളേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ SFIയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. KSUവിൻ്റെ കോട്ടയല്ലേ? KSU മാത്രം ജയിച്ചു വരുന്ന ഒരു കോളേജാണത്. അപ്പം അതിൽ 2 വർഷം തുടർച്ചയായിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്നുള്ള എൻ്റെ വിജയവും അന്നത്തെ കാലത്ത് ഒരു ശ്രദ്ധേയമായ കാര്യമായിരുന്നു. അതിന് KSUവിൽ അടക്കമുള്ള വിദ്യാർത്ഥികൾ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. അന്ന് എന്നോടൊപ്പം KSUവിൻ്റെ അന്നത്തെ യൂണിറ്റ് പ്രസിഡൻറ്റും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ചാക്കോ, MJ ചാക്കോ, അദ്ദേഹം ISROയിലെ ശാസ്ത്രജ്ഞനാണിപ്പോൾ, റിട്ടയർ ചെയ്തു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പഴയ കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നിശബ്ദമായി. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിർമ്മലഗിരിയിലെ ജയരാജ് എന്ന് പറഞ്ഞിട്ട്, സഹപാഠിയായ ജയരാജ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ കണിച്ചാർ പഞ്ചായത്തിൽ പോയപ്പോൾ അന്നത്തെ KSUവിൻ്റെ ബാനറിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട എബ്രഹാമിനെ കാണാനിടയായി. അപ്പോൾ KSUവിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു എബ്രഹാം. അന്ന് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവിടെ വന്നു. അപ്പോൾ എബ്രഹാമും വന്ന് പറഞ്ഞു എന്നെ കണ്ടപ്പോൾ, ജയരാജ, പഴയ മാതിരിയുള്ള രാഷ്ട്രീയം നിനക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ജയിക്കണം. അത് നമ്മുടെ നിർമ്മലഗിരിയിലെ ബാച്ച്മേറ്റ്സിനോടെല്ലാം ഞാൻ പറയും. അപ്പം ഇങ്ങനെയൊരു രാഷ്ട്രീയത്തിന് അതീതമായ സുഹൃബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒട്ടേറെ വർഷക്കാലത്തെ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും MLA എന്ന നിലയിലുള്ള പ്രവർത്തനത്തിലൂടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കിയിട്ട് വീട്ടിൽ നിന്ന് പറയാറുണ്ട്, ഒരുപാട് ഡയറികളുണ്ട്. ആ ഡയറികൾ മുഴുവൻ
വിവിധ ആവശ്യങ്ങൾക്ക് എന്നെ സമീപിച്ചവരുടെ പേര് ഇപ്പോൾ